നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ പെരി പെരി പോപ്കോൺ. നമ്മുടെ ഈ ചിക്കൻ പെരി പെരി പോപ്കോൺ എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം അല്ലേ. ബാ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഗാർലിക് പൗഡർ, കാശ്മീരി ചില്ലി, മാംഗോ പൗഡർ, ഒറിഗാനോ, ഓനിയൻ പൗഡർ, പെരി പെരി മസാല, ബ്ലാക്ക് പെപ്പർ പൗഡർ, ക്രഷ്ഡ് ചില്ലി, ബ്രെഡ് ക്രംസ് റൊട്ടിപ്പൊടി, ചിക്കൻ, എഗ്സ്, ഓയിൽ, സോൾട്ട് ആൻഡ് ലാസ്റ്റ് നമ്മൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് പാർസലിയുടെ പൗഡറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗാർലിക് പൗഡർ നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്ന ഗാർലിക് പൗഡറാണ്. കാശ്മീരി ചില്ലി പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ ഒരു പേരിനല്ല കളർ കിട്ടാൻ വേണ്ടി കേട്ടോ. അതിന് സ്പൈസി കുറവാണ്. മാംഗോ പൗഡർ, ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന മാംഗോ പൗഡറാണ് കുറച്ച്. ഒറിഗാനോ, നമ്മൾ ഇട്ട് കൊടുക്കുന്ന കുറച്ച് ഒനിയൻ പൗഡറാണ്. അതുപോലെ തന്നെ കുറച്ച് പാർസലിയുടെ പൗഡർ, നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന പെരി പെരി മസാലയാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് പെപ്പർ, ക്രഷ്ഡ് ചില്ലി, എഗ്ഗാണ്. ഇതിലേക്ക് 3 എഗ്ഗ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒന്ന് മിക്സ് ചെയ്യാം. കാശ്മീരി ചില്ലിയുടെയൊക്കെയാണ് ഈ കളറ് കേട്ടോ. കളറിന് വേണ്ടിയാണ് നമ്മളത്രോ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ നമുക്കൊരു അരമണിക്കൂർ, കുറഞ്ഞതാണ്, നമ്മളൊരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കാരണം ഒന്ന് മസാലകളൊക്കെ ഒന്ന് പിടിക്കണ്ടേ. ഒരു അരമണിക്കൂർ ഇരിക്കട്ടെ. കൂടുതൽ സമയം ഇരുന്നാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇന്ന് മസാല നിന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു അരമണിക്കൂർ വയ്ക്കുന്നത്. നമ്മൾക്ക് ഇതിനകത്ത് ഇട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ഇതിലൊന്നും അബ്സോർവ് ചെയ്തെടുക്കണമല്ലോ. ഒരു അരമണിക്കൂർ നമുക്ക് വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ മസാലയെല്ലാം നല്ലതായിട്ടൊന്ന് പിടിച്ചു വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്യാം.
നമ്മൾ ഓയിൽ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാവേ. നമ്മളുടെ ഓയിൽ ചൂടായിരിക്കുക. നമ്മൾ ചെറിയ തീയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലൊക്കെ കിടന്ന് ഫ്രൈ ചെയ്ത് വരുമ്പോഴുള്ള നമ്മുടെ ഇൻഗ്രീഡിയൻസിൻ്റെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ എല്ലാവരുടെ സ്മെല്ലുണ്ടല്ലോ. നമ്മുടെ ചിക്കൻ പോപ്കോൺ റെഡി ആയിരിക്കുകയാണ്. ഇരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ, അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊരു അസാധാരണം തന്നെയാണ് കേട്ടോ. ഇട്ട് കൊടുത്തിരിക്കുന്ന പെരി പെരി മസാല, ഒറിഗാനോ, പാർസലി, അതേപോലെ തന്നെ ഓനിയൻ പൗഡർ, ഗാർലിക് പൗഡർ എല്ലാം കൂടി ചേർന്നുള്ള മിക്സിങ്, ഓയിൽ കിടന്നുള്ള ഫ്രൈ ചെയ്യുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ, സൂപ്പർ. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? अभी टेस्ट करने का ठीक शेफ very tasty मला का टेस्टी होकुनी super how's that David? Good. Mohammed Pinita Damin the baby domino yeah take pakoda pakoda അടുത്ത ആഴ്ചയിൽ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.